Bismillahirrahmanirrahim. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lahu wa may yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നന്നായി പഠിക്കുകയും അതിനോട് യോജിച്ച വിധം യഥാർത്ഥ മുവഹിദുകളായി മുഅ്മിനുകളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികളെ സംബന്ധിച്ചാണ്, മരണത്തോടുകൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ എന്താണ് എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പാരത്രിക ഭവനം. നജഅലുഹ, ആ ഭവനം നാം ഒരുക്കി വച്ചിരിക്കുന്നു. ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ദുനിയാവിലെ ഭൂമിയിലെ ഔന്നത്യം അല്ലെങ്കിൽ ജാട, ഇവിടെ വലിയ ആളായിരിക്കണം എന്ന് ലക്ഷ്യം വെക്കാത്ത ആളുകൾക്കും ഈ ഭൂമിയിൽ കുഴപ്പം ഉദ്ദേശിക്കാത്ത ആളുകൾക്കും വേണ്ടി നാം പാരത്രിക ഭവനം അഥവാ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ശുഭപര്യവസാനം തഖ്വയുള്ളവർക്ക് മാത്രമാണ്. ഹറാമുകളെ വർജിച്ചും പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചും ജീവിതം നയിക്കുന്നവരാണ് തഖ്വയുള്ളവർ. അവർക്ക് മാത്രമാണ് യഥാർത്ഥ സ്വർഗം എന്നാണ് സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ, അറിഞ്ഞോളൂ, അല്ലാഹുവിന്റെ അരികിലുള്ള വിൽപ്പന ചരക്ക്, ഉപഭോഗ വസ്തു, അത് വളരെ വളരെ വിലയുള്ളതാണ്, അമൂല്യമാണ്, വിലമതിക്കാനാകാത്തതാണ്, ഏറ്റവും വിലയുള്ളതാണ് അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വസ്തു. അലാ, അറിഞ്ഞോളൂ, ഇന്ന സൽഅത്തല്ലാഹി അൽ ജന്ന, അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന വിഭവം, ചരക്ക് എന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തെക്കാൾ വിലമതിക്കുന്ന യാതൊന്നും ദുനിയാവിലില്ല. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, തീർച്ചയായും തഖ്വയുള്ളവർ ആരാമങ്ങളിലും അരുവികളിലുമാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് കനിഞ്ഞേകിയതെല്ലാം അവർ സ്വന്തമാക്കി എടുത്തുകൊണ്ടിരിക്കും. ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, തീർച്ചയായും അവർ ഇതിനു മുമ്പ് നന്മ ചെയ്യുന്നവരായിരുന്നു, ഇഹ്സാൻ ചെയ്യുന്നവരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങിയവരാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ അല്ലാഹുവോട് പാപമോചനം തേടുന്നവരാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സ്വത്തുക്കളിൽ ചോദിച്ചു വന്നവർക്കും പാവങ്ങൾക്കും തടയപ്പെട്ടവർക്കും അവകാശമുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിശ്വാസ നിയമങ്ങളും കൃത്യമായി പാലിച്ചു പോന്നവർ
സ്വർഗത്തിന്റെ തോട്ടങ്ങളിലും അവിടെയുള്ള അരുവികളിലും ആസ്വദിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്നവർ, സുഖാനുഭൂതികളിൽ അത് നുകർന്നുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് എന്ന് സ്വർഗവാസികളെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ സൂറത്ത്, 51-ാമത്തെ സൂറത്തു ദാരിയാത്തിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് കാണാം. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗവാസികളും നരകവാസികളും സമമാവുകയില്ല. വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികൾ വിജയികൾ തന്നെയാണ്. സൂറത്തുൽ ഹശ്ർ 59-ാമത്തെ അധ്യായം ഹശ്റിലെ 20-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 സന, സ്വർഗത്തിന്റെ സൗരഭ്യം 40 വർഷം ദൂരേക്ക്, 40 വർഷം സഞ്ചരിച്ചാൽ എവിടെ എത്തും അത്രയും ദൂരെ വരെ പ്രസരിക്കുന്നതാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗത്തിന്റെ സുഗന്ധം. വേറെ റിപ്പോർട്ടിൽ 70 സന, 70 വർഷം, 70 വർഷം സഞ്ചരിച്ച് കടന്നാൽ എവിടെ എത്തുമോ അത്രയും ദൂരം സ്വർഗത്തിൽ നിന്ന് പ്രസരിക്കുന്ന ആ സൗരഭ്യം എത്തിച്ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നാം ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ പഠിച്ച ഒരായത്താണ് അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളെ നാം പാഴായി പടച്ചതാണ് എന്ന്, ഒരിക്കലും നിങ്ങളാരും നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാം. നമ്മുടെ ഉത്തരം എന്താണ്? ഒരിക്കലും നമ്മൾ അങ്ങനെ കരുതിയിട്ടില്ല. നമ്മുടെ ജീവിതം അല്ലാഹു ഈ ദുനിയാവിൽ പാഴായി നിശ്ചയിച്ചതല്ല, കൃത്യമായ ലക്ഷ്യമുണ്ട്. റബ്ബിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലുക തന്നെ ചെയ്യും. അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും വേണം. അവസാനം മനുഷ്യരെല്ലാം 2 വിഭാഗമായി പിരിയും, സ്വർഗാവകാശികൾ, നരകാവകാശികൾ. ദുനിയാവിൽ 100 1000 പാർട്ടികളായിരിക്കും. പരലോകത്തെത്തിയ 2 പാർട്ടിയേ ഉള്ളൂ, സ്വർഗത്തിന്റെ ആളുകൾ, നരകത്തിന്റെ ആളുകൾ. നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതുലുബൽ ജന്നത ജഹ്ദകും, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ പരമാവധി നിങ്ങൾ സ്വർഗം തേടണം. വഹ്റബൂ മിനൻ നാരി ജഹ്ദകും, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നരകത്തെ പേടിച്ച് നിങ്ങൾ തിരിഞ്ഞോടണം. ഫൈനൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ, തീർച്ചയായും സ്വർഗം എന്ന് പറഞ്ഞാൽ ആരാണോ സ്വർഗം അന്വേഷിക്കുന്നത് അവൻ ഉറങ്ങുകയില്ല. വൈനൻ നാറ ലാ യനാമു ഹാരിബുഹാ, തീർച്ചയായും നരകത്തെ പേടിക്കുന്നവനും ഉറങ്ങുകയില്ല. അതുകൊണ്ട് സമാധാനത്തോടുകൂടി നമ്മൾ ഉറങ്ങുന്നില്ല. നമ്മുടെ ഉറക്കം കെടുത്തുന്നത് ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിഭവങ്ങളോ സമ്പാദ്യങ്ങളോ ആൾനഷ്ടങ്ങളോ കൃഷിനാശമോ മറ്റൊന്നുമോ അല്ല. നേരെ മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എനിക്ക് സ്വർഗം നഷ്ടമായി പോകുമോ, ഞാൻ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചു പോകുമോ എന്ന പേടിയാണ് ഒരു സത്യവിശ്വാസിയുടെ ഉറക്കം കെടുത്തുന്ന ഭയമായി നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻസൗൽ അളീമതൈൻ, ഏറ്റവും ഗൗരവമുള്ള 2 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ആരും മറന്നു പോകരുത്. ഞങ്ങൾ ചോദിച്ചു, സ്വഹാബികൾ പറയുന്നു, വമൽ അളീമതാനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും വലിയ ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ, സ്വർഗവും നരകവും. അതിനേക്കാൾ വലിയൊരു അജണ്ട നമുക്ക് ചിന്തിക്കാനില്ല. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ വേറെ ഏതൊരാവശ്യത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതുള്ളൂ, നാം ബേജാറാകേണ്ടതുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ച ഖുദ്സിയായ ഒരു ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു പറയാണ്, ഖാലല്ലാഹു തആല അഅദത്തു ലിഇബാദി സ്വാലിഹീൻ, എന്റെ സ്വാലിഹുകളായ നന്മ പ്രവർത്തിക്കുന്നവരായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമീഅത്ത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ വിരിയാത്തത്രയും വലിയ ആസ്വാദനങ്ങളും സൗകര്യങ്ങളും ആനന്ദാനുഭൂതികളുമാണ് സത്യവിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെ സ്വന്തമായി അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവേ എനിക്ക് വലിയ ആസ്വാദനങ്ങളും അതേപോലെ തന്നെ സൗരഭ്യവുമൊക്കെ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അവകാശികളെ എത്രയും വേഗം നീ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരൂ എന്ന് സ്വർഗം എല്ലാ ദിനവും അള്ളാഹുവോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, ഇല്ലാ വൽ ജന്നത്തു വന്നാറു യസ്അലാൻ,
നരകവും സ്വർഗവും റബ്ബിനോട് ചോദിക്കാതെ എല്ലാ ദിവസവും സ്വർഗം റബ്ബിനോട് സംസാരിക്കും, എല്ലാ ദിവസവും നരകം റബ്ബിനോട് സംസാരിക്കും. തഖൂലുൽ ജന്ന, സ്വർഗം പറയും. എന്താണ് റബ്ബിനോട് എല്ലാ ദിനത്തിലും സ്വർഗം പറയുന്നത്? യാ റബ്ബി, എന്റെ റബ്ബേ, ഖത്താബ സമരി, എന്റെ കനികളെല്ലാം വിശിഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്, പാകമായി മധുരമുള്ളതായിട്ടുണ്ട്. വത്തറദത് അൻഹാരി, എന്റെ അരുവികളെല്ലാം, തേനിന്റെയും പാലിന്റെയും ഒക്കെ അരുവികൾ അത് പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വസ്തഖത് ഇലാ ഔലിയായി, എന്റെ ആളുകളെ ഞാൻ കൊതിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഅജ്ജിൽ ഇലയ്യ ബി അഹ്ലി, എന്റെ അരികിലേക്ക് എന്റെ ആളുകളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരൂ അല്ലാഹുവേ എന്ന് എല്ലാ ദിവസവും മലക്കുകൾ പറയും. സ്വർഗവാസികളെല്ലാം വളരെ പെട്ടെന്ന് ഇവിടെ എത്തട്ടെ എന്ന് പറഞ്ഞാൽ ലോകം അവസാനിച്ച് വിചാരണ കഴിഞ്ഞ് ഉടനെ സ്വർഗത്തിലേക്ക് എത്താൻ സ്വർഗം തന്നെ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വതഖൂലുൻ നാർ, നരകം എല്ലാ ദിനത്തിലും പറയും ഇസ്തദ്ദഹരി, എന്റെ ചൂട് അതീവ കഠിനമായിട്ടുണ്ട്. വബഅദ ഖഅരി, എന്റെ ആഴം അത് അങ്ങേയറ്റം വിസ്തൃതമായിട്ടുണ്ട്. വഅദുമ ജംബി, എന്റെ ചൂട് അതേപോലെ തന്നെ എന്റെ തീക്കനലുകൾ അത് വളരെ വലുപ്പമുള്ളതായിട്ടുണ്ട്. ഫഅജ്ജിൽ ഇലയ്യ ബി അഹ്ലി, ഇനി എത്രയും പെട്ടെന്ന് എന്റെ അവകാശികളെ എന്നിലേക്ക് കൊണ്ടുവരൂ എന്ന് മറ്റൊരു ഭാഗത്ത് നരകവും റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, കസ്തിറൂ മിൻ മസ്അലത്തില്ലാഹിൽ ജന്ന വസ്തഈദു ബിഹി മിനൻ നാർ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നതിനെ വർദ്ധിപ്പിക്കണം, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും റബ്ബിനോട് രക്ഷ ചോദിക്കണം, നിങ്ങൾ സ്വർഗം ചോദിക്കുന്നത് വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്ന് നമ്മൾ എല്ലാ ദിവസവും റബ്ബിനോട് പറയണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നമസ്കാരത്തിന്റെ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് സ്വർഗം ചോദിക്കുകയും അതേപോലെ തന്നെ നരകമോചനം തേടുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും പറഞ്ഞു, വഇന്നൽ അബ്ദ ഇദാ അക്സറ മസ്അലത്തല്ലാഹിൽ ജന്നത ഖാലത്തിൽ ജന്ന, ഒരടിമ സ്വർഗത്തെ ചോദിക്കുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ സ്വർഗം അല്ലാഹുവോട് ശഫാഅത്ത് ചെയ്യും. യാ റബ്ബി, എന്റെ റബ്ബേ, അബ്ദുക ഹാദാ, നിന്റെ ഈ അടിമ സഅലനീക, നിന്നോട് എന്നെ ചോദിക്കുകയാണ്. ഫാസ്കിൻഹു ഇയ്യായ, അതുകൊണ്ട് നിന്നോട് നിരന്തരമായി സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഈ അടിമയെ എന്നിലേക്ക് തന്നെ നീ താമസിപ്പിക്കണമേ, അഥവാ അവന് നീ സ്വർഗം നൽകണമേ. വതഖൂലുൻ നാർ, നരകം പറയും, യാ റബ്ബി അബ്ദക്, എന്റെ റബ്ബേ, നിന്റെ അടിമ ഇദാ അബ്ദക ഹാദാ, നിന്റെ ഈ അടിമ ഇസ്തആദ ബിക മിന്നി, എന്റെ ചൂടിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഫഅഇദുഹു, നിരന്തരമായി നരകമോചനം ചോദിക്കുന്ന ഈ അടിമയ്ക്ക് നീ നരകമോചനം കൊടുക്കണമേ എന്ന് നരകവും തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഒരു ഹദീസിലുള്ളത് 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം റബ്ബിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നമ്മൾ 3 തവണ നരകമോചനം ചോദിച്ചാൽ അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, റബ്ബി അജ്ർനി മിനൻ നാർ എന്ന് പറഞ്ഞാൽ നരകം തന്നെ നമ്മുടെ കൂടെ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യും, അല്ലാഹുവേ അല്ലാഹുമ്മ അജ്ർഹു മിന്നി, എന്നിൽ നിന്ന് അവനെ രക്ഷിക്കണേ എന്ന്. പിന്നെ നരകം തന്നെ അവന് അനുകൂലമായി ശുപാർശ പറയും. അതുകൊണ്ട് ചുരുങ്ങിയത് 3 തവണ അല്ലെങ്കിൽ 7 തവണ, അതേപോലെ നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ എപ്പോഴൊക്കെ നമുക്ക് സ്വർഗം ചോദിക്കാനും നരകമോചനം ചോദിക്കാനും സാധിക്കുമോ ഇത് രണ്ടും നാം വർദ്ധിപ്പിക്കണം. കസ്തിറൂ മിൻ മസ്അലത്തില്ലാഹിൽ ജന്ന, അല്ലാഹുവോട് സ്വർഗം ചോദിക്കുന്നതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മിഖ്ദാദ് ബിൻ മഅദി കരിബ് അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, യുഹ്ശറുൻ നാസു മാ ബൈന സിഖ്തി ഇല ശൈഖിൽ ഫാനി, ഈ ചെറിയ പിറന്നപടിയുള്ള ശിശു മുതൽ അങ്ങേയറ്റം പ്രായം ചെന്ന അങ്ങേയറ്റം പിന്നെ പ്രായത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ വൃദ്ധന്മാർ വരെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ടോ എങ്ങനെയാണ് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അബ്നാ സലാസിൻ വസലാസീൻ, 33 വയസ്സുള്ളവരായി, ഫീ ഖൽഖി ആദം, ആദമിന്റെ രൂപത്തിൽ, വഹുസ്നി യൂസുഫ്, യൂസുഫിന്റെ സൗന്ദര്യത്തിൽ, വഖുലുഖി അയ്യൂബ്, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ സംസ്കാരത്തിൽ, മുകഹലീന, അവരെല്ലാം സുറുമ എഴുതപ്പെട്ടവരായി സുന്ദരമായ കണ്ണുകളോടെ, റബി അഫാനീൻ, അതീവ സൗന്ദര്യമുള്ളവരായി എല്ലാവരും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. സത്യവിശ്വാസികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നബി പറഞ്ഞു, വൃദ്ധന്മാർ സ്വർഗത്തിലുണ്ടാവുകയില്ല. അത് കേൾക്കാനിട വന്ന സദസ്സിലെ ഏറ്റവും പിറകിലുണ്ടായിരുന്ന ഒരു സ്ത്രീ കരയാൻ തുടങ്ങി. അവർ ഏങ്ങി ഏങ്ങി കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് അവർ കരയുന്നത്? അവർ പറഞ്ഞു, പ്രവാചകരെ, അങ്ങാണല്ലോ പറഞ്ഞത് ഒരിക്കലും പ്രായം ചെന്ന ആളുകളൊന്നും സ്വർഗത്തിൽ അവരുണ്ടാവുകയില്ല. എനിക്കെത്ര പ്രായമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് ചിരിച്ചു എന്നാണ്. അപൂർവമായി മാത്രമാണ് നബി ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അകത്തുള്ള അണപ്പല്ലുകൾ വെളിപ്പെടാറുള്ളത്. അങ്ങനെ ഹത്താ ബദത് നവാജിദുഹു എന്ന് കാണാം. അണപ്പല്ലുകൾ വെളിപ്പെടുന്നത് വരെ ഫളഹിക്കൻ നബിയു ഹത്താ ബദത് നവാജിദുഹു, അദ്ദേഹത്തിന്റെ അണപ്പല്ലുകൾ വെളിവാകുന്നത് വരെ നബി ചിരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് 33 വയസ്സേ ഉള്ളൂ, യുവതിയായിരിക്കും. അവർ സന്തോഷവതിയായി, അവരങ്ങേയറ്റ് സന്തോഷത്തോടു കൂടി. അപ്പൊ സ്വർഗത്തിൽ എല്ലാവരും യൗവനത്തിലാണ്. പിറന്ന കുഞ്ഞു മുതൽ ഫിഖ്ത്ത് മുതൽ അശൈഖുൽ ഫാനി വയോവൃദ്ധൻ വരെ 33 വയസ്സിലാണ്. ആദം നബിയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ 60 മുഴം. ആദം നബിയുടെ വലുപ്പം 60 മുഴമാണ്. എല്ലാവരും 60 മുഴം വലുപ്പത്തിൽ. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ, അതേപോലെ തന്നെ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ അങ്ങേയറ്റത്തെ സംയമനത്തിൽ, ആ നിലക്കായിരിക്കും എല്ലാവരും സ്വർഗത്തിലുണ്ടാവുക. സുറുമ എഴുതപ്പെട്ടവരായും അലങ്കാരങ്ങൾ സ്വീകരിച്ചവരായും എല്ലാവരും സ്വർഗത്തിലുണ്ടാകുമെന്ന് ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മൗജമുൽ കബീർ സ്വഹീഹായി ഉദ്ധരിച്ചത് കാണാം. അവിടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ മിഖ്ദാം ബിൻ മഅദി കരീബിൽ നിന്ന് തന്നെ ഫകൈഫ ബിൽ കാഫിർ, കാഫിറിന്റെ കഥ എന്നെന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്ളുമു ലിന്നാരി ഹത്താ യസീറ ഗൈലദു ജിൽദിഹി 40 ദിറാ, ഓരോ നരകവാസിയുടെയും തൊലി 40 മുഴം കട്ടിയാകുന്നതുവരെ അവൻ രാക്ഷസനായിക്കൊണ്ടിരിക്കും, വലിയ ആളായി വളർന്നുകൊണ്ടിരിക്കും. അവന്റെ കോമ്പല്ലുകൾക്ക് ഉഹദ് മലയോളം വലുപ്പമുണ്ടായിരിക്കും. അത്രമാത്രം ഭീമമായി വളർത്തപ്പെടുകയും രാക്ഷസന്മാരായി നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും കാഫറുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതും ഇതേ റിപ്പോർട്ടിന്റെ അടുത്ത ഭാഗത്ത് കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുവിൻ. അല്ലാഹു തഖ്വയുള്ളവർക്ക് വേണ്ടി നന്മകൾ പ്രവർത്തിക്കുകയും ഹറാമുകൾ വർജിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹു ഇങ്ങനെയുള്ള വിസ്തൃതമായ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇംറാനിലെ 133-ാമത്തെ ആയത്ത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കുവിൻ. വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുവിൻ. ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലുമാരിലും വിശ്വസിച്ചതാരോ അവർക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സ്വർഗം ദാനമായി നൽകും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു മഹത്വമേറിയ ഉദാരതയുള്ളവനാണ് എന്ന് 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ ആയത്തിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റജുലുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഉഹുദിൻ, ഉഹദ് യുദ്ധത്തിന്റെ ദിവസം ഒരു മനുഷ്യൻ റസൂലിനോട് ചോദിച്ചു, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അന, നബിയെ താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ, താങ്കൾക്കറിയാമോ ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ ഞാൻ എവിടെയായിരിക്കും? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലായിരിക്കും. ഫൽഖാ തമറാത്തിൻ കുന്ന ഫീ യദി, അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ദുനിയാവിന്റെ മധുരമായ ഈത്തപ്പഴങ്ങൾ കയ്യിൽ നിന്ന് അദ്ദേഹം വലിച്ചെറിയുകയും എന്നിട്ട് സുമ്മ ഖാതല, അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പോരാട്ടം നടത്തുകയും ഹത്താ ഖുതില, ഷഹീദാകുന്നത് വരെ, കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം ആ യുദ്ധത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്തു. സ്വർഗം എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കുന്ന ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും. സഅദ് ബിൻ റബിയ, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. എന്നിട്ട് യുഖരിഉഹു സലാം, നബി താങ്കളോട് സലാം പറഞ്ഞിട്ടുണ്ട്, താങ്കളോട് സലാം പറയാൻ നബി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ റബിയയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖരിഉ അലൈക സലാം വയഖൂൽ കൈഫ തജിദുക്,
എന്താണിപ്പോൾ നിന്റെ അവസ്ഥ, എന്താണ് നിന്റെ നിർവൃതി എന്താണ് എന്ന് യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയാകാൻ കാത്തിരിക്കുന്ന അത്രയേറെ പരിക്കുകൾ പറ്റി എത്രത്തോളം 70-ലേറെ വെട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം മരണത്തിന്റെ വക്രത്തിലാണുള്ളത്. ആ സന്ദർഭത്തിലാണ് ചോദ്യം, എന്താണ് നിന്റെ അവസ്ഥ എന്താണ് എന്ന് റസൂൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നിന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാം പറഞ്ഞിട്ടുണ്ട്. ഖാല, അദ്ദേഹം മറുപടി പറഞ്ഞു, വഅലാ റസൂലില്ലാഹി സലാം, റസൂലിനും സലാം ഉണ്ടാകട്ടെ. പറഞ്ഞയക്കുന്ന സലാം അങ്ങനെയാണ് മടക്കേണ്ടത്. ഖുല്ലഹു, നബിയോട് താങ്കൾ പറഞ്ഞേക്കണം, ഇന്നി അജിദു റീഹൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിക്കാൻ അവർക്ക് അല്ലാഹു അവസരം നൽകുന്നു. വഖുല്ലി ഖൗമിയൽ അൻസാർ ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ് ഇൻ ഖലസ ഇലാ റസൂലില്ലാഹ്, ഈ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീ റസൂലിന്റെ അരികിലേക്ക് തിരിച്ചുപോയാൽ നീ അൻസാറുകളോട് പറഞ്ഞേക്കണം, എന്താണ് നിങ്ങൾക്കൊന്നും അല്ലാഹുവിന്റെ അരികിൽ ഒഴിവ് കഴിവുകൾ പറയാൻ കഴിയില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യത്തിന് സന്നദ്ധമായി കൊള്ളണം എന്ന് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചതും, എന്നിട്ട് അദ്ദേഹം കണ്ണീർ വാർക്കുന്നതും അവസാന ശ്വാസം പൊഴിക്കുന്നതും ഈ സെയ്ദ് ബിൻ സാബിത്ത് അള്ളാഹു സാക്ഷ്യം വഹിച്ചു. ഇദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ സംബന്ധിച്ചാണ്. അവരുടെ അനന്തര സ്വത്തുക്കൾ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാർ ജാഹിലിയ സമ്പ്രദായം അനുസരിച്ച് മക്കൾക്ക് കൊടുക്കാതെ, പെൺകുട്ടികളായതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാതെ എളാപ്പമാർ തന്നെ അത് പിടിച്ചു വെച്ചപ്പോൾ അത് പാടില്ല. പെൺകുട്ടികൾ ആൺകുട്ടികളില്ലാത്തവരാണെങ്കിൽ, ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വത്തിന്റെ 2/3 അവൾക്ക് കൊടുക്കണം, 1-ലേറെ പെൺകുട്ടികളാണെങ്കിൽ സ്വത്തിന്റെ പകുതി അവർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കണം എന്ന ആയത്ത് ഇറങ്ങിയത് ഇദ്ദേഹത്തിന്റെ മക്കളുടെ വിഷയത്തിലാണ് എന്ന് ഇബ്നു കസീറിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെ വലത് കൈയിലാണോ രേഖ ലഭിക്കുന്നത്, ഫയഖൂൽ, അവൻ പറയും, ഹാ ഉഖറഉ കിതാബിയ, എന്റെ ഈ കർമ്മരേഖ നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. ഇന്നി ലനൻതു അന്നഹു മുലാഖൻ ഹിസാബിയ, ഇങ്ങനെ ഒരു തന്റെ വിചാരണ കണ്ടുമുട്ടുമെന്ന് ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരലോകത്ത് വിചാരണ ഉണ്ടാകുമെന്ന് ദുനിയാവിൽ സംശയമില്ലാതെ മനസ്സിലാക്കുകയും ആ വിചാരണയിൽ കരകയറാൻ തക്കവണ്ണം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വന്തമാക്കുകയും ചെയ്ത ആളുകൾ ആരാണോ, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, അഥവാ അവൻ സ്വർഗത്തിലായിരിക്കും. സൂറത്തുൽ ഹാഖയിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകൾ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെ വലത് കരത്തിലാണോ നാളെ പരലോകത്ത് കർമ്മരേഖ നൽകപ്പെടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവന് എളുപ്പമുള്ള വിചാരണയാണ് നൽകപ്പെടുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ ബന്ധുക്കളിലേക്ക്, ബന്ധുജനങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകും. സ്വർഗത്തിലേക്ക് അവൻ കടന്നുപോകും. സൂറത്തുൽ ഇൻശിഖാഖിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, വേറിട്ട് നിൽക്കുന്ന ആളുകളാണ് മുന്നിലെത്തിയത്. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, മനിൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, ആരാണ് മറ്റു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന മുഫരിദുകൾ ആരാണ് അല്ലാഹുവിന്റെ റസൂലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാകിറൂനല്ലാഹ കസീറൻ വസാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും. അതുകൊണ്ട് നമ്മൾ ദിക്റുകളിലായിരിക്കണം. രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ, നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്റുകൾ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ, ഇതുകൂടാതെ ഓരോ സന്ദർഭത്തിലും പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ, അത് കലവറയില്ലാതെ നിലനിർത്തണം. സമയനിർണിതമല്ലാതെ പ്രത്യേകം പുണ്യം നിശ്ചയിക്കപ്പെട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായി വന്ന സ്വഹീഹായ മറ്റു ദിക്റുകൾ, ആ ദിക്റുകൾ നിലനിർത്തണം. അതേപോലെ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ദിക്റാണ്. മജാലിസു ദിക്ർ, ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം, വിശ്വാസകാര്യങ്ങൾ പഠിക്കണം, കർമാനുഷ്ഠാനങ്ങൾ പഠിക്കണം, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കണം. അത്തരം ആളുകളാണ് ഈ സമൂഹത്തിലെ മറ്റു ജനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, സ്വർഗം സ്വന്തമാക്കിയവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. ദിക്റുകളെ കുറിച്ച് വീണ്ടും കാണാം. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഊരിസത് ലഹു നഖലത്തും മിനൽ ജന്ന, അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിക്കപ്പെടും. ഒരു ദിക്ർ ജലാൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുമ്പോൾ അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിക്കപ്പെടും. നാളെ അവിടെ ചെല്ലുമ്പോൾ അതുണ്ടാകും. 10 ചൊല്ലിയാലോ 10 ഈത്തപ്പനകൾ ഉണ്ടാകും. സ്വർണത്തിന്റെ കാണ്ഡങ്ങളുള്ള, അതീവ രുചികരമായ പഴങ്ങളുള്ള, അവന് ഹൃദ്യമായ ശീതളച്ചായ പകരുന്ന,
വലിയ ഈത്തപ്പനകൾ അവന് വേണ്ടി അതിന്റെ ഒരു നിഴൽ താണ്ടിക്കിടക്കണമെങ്കിൽ 100 വർഷം വേഗതയുള്ള കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ ഉരുവിട്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള ഓരോ ദിക്റുകൾ ഉരുവിടുമ്പോഴും അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈറാസു അഹ്ലിൽ ജന്ന, അത് സ്വർഗവാസികൾക്കുള്ള ചെടികളാണ്. നമ്മളിവിടെ ഓരോ ദിക്റ് ചൊല്ലുമ്പോഴും ഇഖ്ലാസോടുകൂടി നിയ്യത്തോടുകൂടി ഓരോ ദിക്റ് ചൊല്ലുമ്പോഴും നമ്മുടെ പേരിൽ നമുക്കായി അള്ളാഹു നിശ്ചയിച്ച വിശാലമായ സ്വർഗത്തിലെ കൊട്ടാരമുറ്റങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ആരാമങ്ങളിൽ, തോട്ടങ്ങളിൽ നമുക്ക് വേണ്ടി അതീവ സുന്ദരമായ മനോഹരമായ മധുരമുള്ള പഴങ്ങൾ നൽകുന്ന, അങ്ങേയറ്റത്തെ കുളിർമയുള്ള ഹൃദ്യമായ ശീതളച്ഛായ നൽകുന്ന ആ മരങ്ങൾ, ചെടികൾ നമ്മുടെ ഓരോ ദിക്റുകൾ കാരണമായും അവിടെ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അല്ലേ? ഇവിടെയൊക്കെ നമുക്കൊരു ചെടിയും ഒരു മരവും ആ മരത്തിൽ നിന്നൊരു ഫലവും ഒക്കെ കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. ഒരു ചെടി കിട്ടണമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കാനും അതിന് തടമെടുക്കാനും അതിന് വളമിടാനും അതിനെ പരിപാലിക്കാനും സമയം ചെലവാക്കണം, അധ്വാനം ചെലവാക്കണം, അതേ പണം ചെലവഴിക്കണം, തൊഴിലാളികളെ കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അതിൽ നിന്ന് കനികൾ കിട്ടിയേക്കും. ദുനിയാവിൽ നമുക്ക് വേണ്ടി സ്വന്തമായ ഒരു വിഭവം കൈവശപ്പെടുത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടും അധ്വാനവുമുണ്ട്. എന്നാൽ ഒരു ദിക്റ് കൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായ ചെടികൾ, മരങ്ങൾ, ആ മരങ്ങളിലൂടെ ചെടികളുടെ വലിയ തോട്ടങ്ങൾ, വേറെ തോട്ടങ്ങൾ നമുക്കായി നിരന്തരമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം വേണം. നമുക്ക് ദിക്റുകളൊന്നും ചെല്ലാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ശരിക്കും ആലോചിക്കണം. എവിടെയൊക്കെ നമ്മൾ പിശുക്കന്മാരാകുന്നത്? ദിക്റുകളൊക്കെ ഒഴിവാക്കി ഏത് കാര്യത്തിലാണ് നമ്മൾ തിരക്ക് കാണിക്കുന്നത്? എവിടെയാണ് നമ്മൾ ബിസിയാകുന്നത്? ദുനിയാവിന്റെ കേവലമായ ആസ്വാദനങ്ങളിൽ, ഗൈബത്ത് നമീമത്തുകളിൽ, കോമഡികളിൽ, അതേപോലെ തന്നെ സിനിമകളിൽ, സീരിയലുകളിൽ, എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയം കിട്ടാത്തത്ര തിരക്ക് വന്നത്? ഏതെല്ലാം വിഷയങ്ങളിലാണ്? പരലോകത്തേക്ക് വേണ്ടി നമ്മുടെ സ്വർഗം ഈ ദുനിയാവിൽ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഒരുക്കേണ്ടത് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഹൃദയമുള്ളവന്റെ എല്ലാ ഹൃദയങ്ങളിലും എല്ലാറ്റിനും മീതെ താൽപര്യം ജനിക്കാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ ഓരോ മുക്കുമൂലകളെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ അവസ്ഥ അവിടെ ചെന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്. അപ്പൊ ഇവിടെയുള്ള ഒരു വസ്തുവുമായും താരതമ്യം സാധ്യമല്ല. വല ഉദുനുൻ സമീഅത്ത്, അവിടെയുള്ള ശബ്ദങ്ങൾ, ഗാനങ്ങൾ, നാദങ്ങൾ, അതൊന്നും ഒരു കാതും കേൾക്കാത്തതാണ്. വല ഖത്തറ അല ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഭാവനയിലും വരാത്ത അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും കാഴ്ചകളുമാണ്. നമ്മൾ ഈ ലോകത്തിന്റെ ഏത് ദിക്കിൽ ചെന്നാലും നമുക്ക് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത അതിനേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമായ സീനറികളും സൗകര്യങ്ങളും കാഴ്ചകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്ര ചെടികൾ, എത്ര ആരാമങ്ങൾ, എത്ര വിശാലമായ സൗകര്യങ്ങൾ ഒരാൾക്ക് വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെക്കുന്നു. എന്നാൽ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അറിയാതെ, ഇവിടുത്തെ ആസ്വാദനങ്ങളിൽ വശീകരിക്കപ്പെട്ട് പിശാചിന്റെ വസ്വാസുകളിലും ദുർമന്ത്രണങ്ങളിലും അകപ്പെട്ട് താൽക്കാലിക ആസ്വാദനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അള്ളാഹു ഇന്ന് തന്ന അവസരമൊക്കെ നമ്മൾ പാഴാക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഖേദിക്കും. അൻ തഖൂല നഫ്സുൻ, ഓരോ നഫ്സും പറയും, യാ ഹസ്രത്താ, എന്റെ ഖേദമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അല്ലാഹുവിന്റെ ഭാഗത്ത് ഞാൻ അതിരു വിട്ടുപോയല്ലോ, ഞാൻ പരലോകത്തേക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്നർത്ഥം. വഇൻ കുൻതു ലമിനസ് സാഖിരീൻ, തീർച്ചയായും ഇന്ന് ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനായി തീർന്നിരിക്കുന്നു. ആരാണ് ഇങ്ങനെ ഖേദിക്കുന്നത്? ഒരു വിലയുമില്ലാത്തവൻ, ഓടകളിൽ അളച്ചു പൊളയ്ക്കുന്ന ഒരു പുഴുവിന്റെ വില പോലുമില്ലാതെ ഫിർഔനും നമ്രൂദും അബൂജഹലും ഉത്ബത്തും ശൈബത്തും സകല കുഫാറുകളും സകല ഫാസിസ്റ്റുകളും തമ്മാടികളും അധർമ്മികളും മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സകല തമ്മാടികളും ഓടയിൽ അളച്ചു പൊളയ്ക്കുന്ന ഒരു പുഴുവിന്റെ വില പോലുമില്ലാതെ നാളെ പതിതരായി മാറും, ഒന്നിനും കൊള്ളരുതാത്തവരായി മാറും എന്നുള്ള ഗൗരവമേറിയ ഒരു താക്കീത് 39-ാമത്തെ സൂറത്ത് സുമറിലെ 56-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ദുർഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഈമാനും ഇഖ്ലാസും അമലുസ്സാലിഹുകളും അല്ലാഹു നമുക്കെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്.
അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്വർഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരണങ്ങൾ ഖുർആനിലും ഹദീസിലും നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് സ്വർഗം? നമുക്ക് കൃത്യമായും സത്യസന്ധമായും വ്യക്തമാകാൻ തക്കവണ്ണം ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം മാറ്റിവെക്കാൻ കഴിയാത്തവണ്ണം ഈമാനുള്ള തഖ്വയുള്ള വിനയമുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു അവൻ്റെ വലിയ കാരുണ്യം കൊണ്ട് എന്താണ് സ്വർഗം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത ഖാല ലി ജിബ്രീൽ, സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ജിബ്രീലിനോട് പറഞ്ഞു. സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണോ? ഒരു സംശയവുമില്ല. ഖുർആനിൽ പറയുന്നത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ സ്വർഗം റെഡിയാണ്. റെഡിയാക്കി വെച്ച ഒരു സ്വർഗത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. അത് കാലപ്പഴക്കം കൊണ്ട് കേടുവന്നു പോവില്ല, മാറാല പിടിക്കുകയില്ല, അവിടെ മോശമായ യാതൊന്നും ഉണ്ടാവുകയില്ല. അത് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും കൂടുതൽ പുതുമയുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സൃഷ്ടിക്കപ്പെട്ട സ്വർഗം നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ഏറ്റവും പുതുമയുള്ളതും ഏറ്റവും കൗതുകമുള്ളതുമായി തീരുമെന്നാണ്. ആദ്യം ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആകാശങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം അതിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗം കാണാൻ വേണ്ടി പറഞ്ഞയച്ചു. അള്ളാഹു പറയാണ്, ഇദ്ഹബ് ഫൻലുർ ഇലൈഹാ, ജിബ്രീലെ നീയൊന്ന് പോകണം, എന്നിട്ട് നീ ആ സ്വർഗമൊന്ന് നോക്കിക്കാണണം. ഫദഹബ, ജിബ്രീൽ പോയി. ഫനളറ ഇലൈഹാ, ആ സ്വർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. സുമ്മ ജാ, എന്നിട്ട് വന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഐ റബ്ബി, എന്റെ റബ്ബേ, വഇസ്സതിക, നിന്റെ ഇസ്സത്താണ്, നിന്റെ അന്തസ്സാണ് സത്യം. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ആ സ്വർഗത്തിന്റെ സൗന്ദര്യവും അവിടെയുള്ള അനുഭൂതികളും അവിടുത്തെ ആസ്വാദനങ്ങളുമെല്ലാം പൂർണ്ണമായി വിശാലമായി നോക്കിക്കണ്ട് ആസ്വാദ്യമായി അത് ബോധ്യപ്പെട്ടതിന് ശേഷം മടങ്ങി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, സ്വർഗത്തെക്കുറിച്ച് ദുനിയാവിൽ ആരെല്ലാം കേൾക്കുന്നുണ്ടോ അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയും അവർ സ്വർഗത്തിലെത്തും. അത്ര സുന്ദരമാണ് സ്വർഗം. അത് വേണ്ട എന്ന് ബുദ്ധിയുള്ള ഒരാളും വെക്കുകയില്ല. സുമ്മ ഹഫഹാ ബിൽ മകാരിഹ്, പിന്നെ സ്വർഗത്തെ ത്യാഗങ്ങൾ വലയം ചെയ്തു. ജനങ്ങൾ ചെയ്യാൻ വെറുക്കുന്ന കാര്യം, തൗഹീദ് വേണം, 5 നേരം നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഹറാമുകൾ ഒഴിവാക്കണം, കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, ചൂതാട്ടം, ലോട്ടറി, ഷോഡതി, റമ്മി, ഈ വക കാര്യങ്ങളുടെ വഴിയിലേക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കണം. അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗം കിട്ടാൻ വേണ്ട കാര്യങ്ങൾ, അവൻ ജീവിതത്തിൽ എടുക്കുന്ന അമലുകൾ, അവന്റെ ത്യാഗങ്ങൾ കൊണ്ട് സ്വർഗം ഇങ്ങനെ വലയം ചെയ്യപ്പെട്ടു. ഇതൊക്കെ ചെയ്തവർക്കാണ് സ്വർഗം. സുമ്മഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യാ ജിബ്രീൽ, ജിബ്രീലെ, ഇദ്ഹബ്, നീ പോകണം, ഫൻലുർ ഇലൈഹ, നീ സ്വർഗം നോക്കിക്കാണണം. ഫദഹബ, ജിബ്രീൽ പോയി. ഫനളറ ഇലൈഹ, ജിബ്രീൽ ആ സ്വർഗം ഇങ്ങനെ നോക്കിക്കണ്ടു. സുമ്മ ജാ, എന്നിട്ട് വന്നു. ഫഖാല, റബ്ബിനോട് പറഞ്ഞു, ഐ റബ്ബി, എന്റെ റബ്ബേ, വഇസ്സതിക, നിന്റെ ശക്തിയാണ് സത്യം. ലഖദ് ഖശീതു, ഇപ്പോൾ ഞാൻ തീർച്ചയായും ഭയപ്പെട്ടുപോയി. അല്ലാ യദ്ഖുലഹാ അഹദുൻ, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലല്ലോ റബ്ബേ. ഇതൊക്കെ ചെയ്താലേ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ അതിനാരെ കിട്ടും? ഈ ഇബാദത്തുകൾ ചെയ്യാനും മുഅ്മിനായി ജീവിക്കാനും മുസ്ലിമായി ജീവിക്കാനും ആളുകളില്ലാതെ പോയി സ്വർഗത്തിൽ ഒരാളും കടക്കുകയില്ല എന്ന് ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു. നേരത്തെ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ജിബ്രീൽ ഇപ്പം മാറ്റി പറഞ്ഞു. ജിബ്രീൽ പറഞ്ഞ 2 വാചകത്തിനും ഇടയിലാണ് കാര്യം. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കാനും പോകുന്നില്ല, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കാതെ സ്വർഗം എല്ലാവർക്കും തടയപ്പെടാനും പോകുന്നില്ല. ഒരു വിഭാഗം സ്വർഗം നിശ്ചയിക്കപ്പെടുന്നവരാണ്. ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം, നേരത്തെ പറഞ്ഞ മുഫർരിദ്, വേറിട്ട് നിൽക്കുന്നവർ, ലോകത്തെ എല്ലാവരും കയറുന്ന ബസ്സിലല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടവർ കയറണം. അവർ സ്വർഗത്തിലേക്കുള്ള വാഹനത്തിൽ കയറണം. അതിൻ്റെ പേരാണ് ഇസ്ലാം, അതിൻ്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാ, അതിൻ്റെ പേരാണ് സലഫിയത്ത്. അതായത് സ്വഹാബികളുടെയും താബിയങ്ങളുടെയും ആദർശം, അതാണ് സലഫിയത്ത്. അവിടെ സൃഷ്ടിപൂജയില്ല, അവിടെ മടവൂരപ്പനെ ലോകത്തിന്റെ പടച്ചോനാണ് എന്ന് പറയുന്ന കുഫറും ശിർക്കും അവിടെയില്ല. അവിടെ മക്ബറുകളുടെ മുന്നിൽ തെണ്ടി നിരങ്ങുന്ന സമ്പ്രദായമില്ല. റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ആ ഇസ്ലാമിന്റെയും സലഫിയത്തിന്റെയും അഹ്ലുസുന്നയുടെയും ആധാരം. ആ വഴിയിലേക്ക് പ്രവേശിച്ച്
ജീവിതത്തിൽ വന്ന പിഴവുകൾ തിരുത്തുകയും നമ്മുടെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് സുന്നത്തുകളായിരിക്കണം, ബിദ്അത്തുകൾ വർജിക്കണം. ആ രീതിയിൽ മുന്നോട്ടു പോകാനുള്ള അറിവും ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ നിലനിർത്താനുള്ള പ്രാപ്തിയും താൽപ്പര്യവും അള്ളാഹു നമ്മിൽ നമ്മുടെ മരണം വരെയും നിലനിർത്തി തരുമാറാകട്ടെ. സ്വർഗത്തിൽ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ പ്രവേശിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കളും പിതാമഹന്മാരും രക്ഷിതാക്കളും സഹോദരങ്ങളും പണ്ഡിതന്മാരും തൗഹീദിൽ മരണമടഞ്ഞ് എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വീട്ടിലും ഹോസ്പിറ്റലുകളിലും പരിസരങ്ങളിലും രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ മാത്രം ലോകത്തിന്റെ നാനാദിക്കുകളിലും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്കും ആരോപണങ്ങൾക്കും അപമാനങ്ങൾക്കും വിധേയമാകേണ്ടി വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ശത്രുക്കൾക്ക് അർഹിക്കുന്ന അപമാനവും നാശവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات وصلى الله على من لا نبي بعده.